സ്വഹാബത്ത് വന്നുകൊണ്ട്, പാവങ്ങളായ സ്വഹാബത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് സങ്കടം പറയുന്നു. യാ റസൂലല്ലാഹ്, ذهب أهل الدثور بالأموال بالنعيم المقيم والدرجات العلى. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് സാധുക്കളായ പട്ടിണി പാവങ്ങളായ സ്വഹാബത്ത് വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്. നബിയേ, പണക്കാരായ ആളുകൾ, ധനാഢ്യരായ ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാത്ത പല നേട്ടങ്ങളും അവർ ചെയ്തു പോയി. യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ റമദാനിൽ നോമ്പ് നോൽക്കുന്നത് പോലെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന സുന്നത്താക്കപ്പെട്ട ദിവസങ്ങളിലുള്ള നോമ്പുകളൊക്കെ തന്നെയും അവരും അനുഷ്ഠിക്കുന്നുണ്ട് നബിയേ. എന്നാൽ വലഹും ഫളലും ബിൽ അംവാൽ, അവർക്ക് സമ്പത്ത് കൊണ്ട് ഒരൽപ്പം കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അവർ സമ്പത്ത് കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുത്തു പോയി. നിസ്കാരമൊക്കെ ഓക്കെ, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർ നിസ്കരിക്കും, നോമ്പ് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ സമ്പത്ത് കൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങളെക്കാൾ അവർ മുൻപന്തിയിലാണ്. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യതസദ്ദഖൂന വയഅതമിറൂന വയഹജ്ജൂന, അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ നിർവഹിക്കുന്നുണ്ട്, അവർ സദഖ ചെയ്യുന്നുണ്ട്. റസൂലേ, ഞങ്ങൾക്കതിന് പറ്റുന്നില്ല ഹബീബേ, ഞങ്ങൾ സാധുക്കളാണ്, പാവങ്ങളാണ്, ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഫുലൂസ് മാഫി. അവർക്ക് റാഹത്തായിട്ട് കാശുണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ ഉംറ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹജ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊക്കെ സദഖയും ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ കാശുണ്ടാവും, അതനുസരിച്ചിട്ട് സാധുക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിത് മൂന്നും പറ്റുന്നില്ല. ബാക്കിയൊക്കെ ഓക്കെ, നിസ്കാരം ഓക്കെയാണ്, നോമ്പൊക്കെ ഓക്കെയാണ്. ഇതിൽ വലിയ സങ്കടം ഞങ്ങൾക്കുണ്ട്, കാശില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. അലാ ഉഹദ്ദിസുക്കും ബിശൈഇൻ, നബി തങ്ങളുടെ വാക്കാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഇൻ അഖദതും അദ്റക്തും മൻ സബഖകും, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതാകുന്ന ഈ ആളുകളെക്കാൾ മുൻകടക്കാൻ പറ്റും. ഈ അമൽ മുറുകെ പിടിച്ചാൽ. അപ്പൊ എല്ലാവരും കാതുകൊടുത്തു. പാവങ്ങളായ സ്വഹാബത്ത് മുഴുവനും ശ്രദ്ധിച്ചു. നബി തങ്ങൾ പറഞ്ഞു, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ മഫ്റൂള 33. 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും 33 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നിങ്ങൾ ചൊല്ലണേ. അവർ നേടിയെടുത്തതാകുന്ന പുണ്യത്തേക്കാൾ ഏതാണ് അവർ നേടിയെടുത്തത്? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ പോയി ചെയ്ത ഹജ്ജാണ്. ഏതാണ് അവർ നേടിയെടുത്തത്? പുണ്യമാക്കപ്പെട്ടതാകുന്ന നഗരിയിൽ പോയി ചെയ്തിട്ടുള്ള ഉംറയാണ്. അവർ ചെയ്ത ഹജ്ജിനേക്കാളും ഉംറയേക്കാളും അവരെ കൊടുത്തു വീട്ടിയിട്ടുള്ള ദാനധർമ്മങ്ങളെക്കാളും നിങ്ങൾ ഉന്നതമായ തലത്തിലേക്ക് എത്തുമേ. 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഈ ദിക്ർ മുറുകെ പിടിച്ചാലെങ്കിലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് സുന്നികളായ നമ്മളിൽ പല ആളുകളും ഇത് വിസ്മരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് എടുത്തു പറയുന്നത്. ഇന്ന് നിസ്കാരം കഴിഞ്ഞ് ആദ്യം ഇറങ്ങുന്ന ആരാ? ത്രിബിൾ സുന്നി എന്ന് വേണേ പറയാം. വലിയ സുന്നിയാണ്, എല്ലാ കാര്യത്തിനും പക്കായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നിസ്കാരത്തിന് ശേഷം ദിക്റില്ല, ചാടി ഇറങ്ങാൻ. അവനെ കാണുമ്പോൾ വിദേഹത്തുകാരനെ പോലെ തോന്നാൻ. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. കാര്യമൊന്നുമില്ല, വെളിയിലിറങ്ങിയിരുന്ന കഥ പറച്ചിലാണ്. പള്ളിയുടെ വെളിയിൽ പോയിട്ട് കഥ പറയാൻ. സാധുക്കളായ സ്വഹാബത്തെ കിറാമിന്, സ്വഹാബത്തിനാണെന്ന് ഓർക്കണം, സാദാ സീത ആളുകളല്ല. അവർക്ക് ഈ സുബ്ഹാനല്ലാഹ് അറിയാം, അൽഹംദുലില്ലാഹ് മഹത്തറിയാം, അല്ലാഹു അക്ബർ അറിയാം. ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്, ഖുർആൻ ഖത്മ് തീർത്തുകൊണ്ടിരിക്കുന്നവരാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അവർ ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിത് ശ്രദ്ധിക്കണം. നിസ്കാരം കഴിഞ്ഞ് ഓടാൻ പാടില്ല. പണക്കാരായ ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് സദക്കയിൽ മുൻകടക്കുന്നു, അവരുടെ സമ്പത്ത് കൊണ്ട് ഉംറ ചെയ്യുന്നു, അവരുടെ സമ്പത്ത് കൊണ്ട് പരിശുദ്ധ മക്കയിലെത്തി ഹജ്ജ് ചെയ്യുന്നു. ഞങ്ങൾക്കത് പറ്റുന്നില്ലല്ലോ ആ അമല് ചെയ്യാൻ, ആ കൂലി കരഗതമാക്കാൻ എന്ത് ചെയ്യണമെന്ന് നബിതങ്ങളോട് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ നബിതങ്ങൾ കൊടുത്തത് 5 വഖത്ത് ഫർദ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലിയാൽ അവർ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ മുൻകടക്കും. ഈ
ഇൻ അഖദതും അദ്റക്തും മൻ സബഖകും. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിത് മുറുകെ പിടിച്ചാൽ നിങ്ങളെ മുൻകടന്നതായ ആളുകളാൽ ഹജ്ജ് 10 ചെയ്തിട്ടുണ്ട്, 30 ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വലിയ പടക്കാരായ ആളുകളുണ്ടാകും. അവരെക്കാളൊക്കെ നിങ്ങൾ മുൻകടക്കും. നിങ്ങളിത് മുറുകെ പിടിക്കണം. ചെറിയ കാര്യമല്ല എന്നർത്ഥം. ഈ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്ന സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ, ഭയങ്കര ദിക്റാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വലിയ ദിക്റാണ്, ചെറിയ ദിക്റല്ല. നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ട, ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ സ്ഥാനം കിട്ടും പരിശുദ്ധ ഇസ്ലാമിൽ. നമ്മൾ ഇന്ന് സുന്നികൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷമുള്ള ഒരു ദിക്റിന്റെ മഹത്വം കൽപ്പിക്കുന്നില്ല. നമുക്ക് നിസ്കാരത്തിന് ശേഷമുള്ള ദുആഇന് മഹത്വമില്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരു ഖതീബ് ദുആയിരുന്ന അയാൾ എല്ലാ വഖത്തിന് ശേഷം ഈ ദുആയിരുന്ന നമ്മൾ പറയും, ഓ അയാൾ അത്ര അങ്ങോട്ട് പോരെന്ന് പറയും. കാരണം എന്താ? എപ്പോഴും ഈ റബ്ബനാത്തിനെ കേട്ട് കേട്ട് പാടും. റബ്ബനാത്തിന നമുക്കങ്ങനെയാണ്. നമുക്കിങ്ങനെ കടുകട്ടി വാക്കുള്ള ദുആക്കെ കേൾക്കണം, അപ്പോഴേ ഭയങ്കര ഇഷ്ടം. അയാളെ പ്രത്യേകം കൈപിടിച്ച് കുലുക്കേട്ട് ഉസ്താ എവിടെ അതൊക്കെ നമുക്ക് ഭയങ്കര, നമ്മൾ അങ്ങനെ ആയിപ്പോയി. സുന്നികളാണ് നമ്മൾ. എന്നാൽ ഈ റബ്ബനാത്തിനയുടെ മഹത്വം അറിയണോ? എന്താ മഹത്വം? فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا حسنة فمنهم من يقول ربنا آتنا في الدنيا حسنة وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. പരിശുദ്ധമായ ഖുർആനിലൂടെ ഹജ്ജിന്റെ മസലകൾ മുഴുവനും വിശദീകരിച്ചിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മുസ്ലിം ചൊല്ലേണ്ടതായ ദിക്റല്ലേ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ദുൽഹിജ്ജ 1 മുതൽക്കുള്ള ദിവസങ്ങളിൽ ചൊല്ലി വരുന്ന സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. ഫൈദാ ഖളൈതും മനാസികകും, ഹജ്ജിന്റെ അമലുകൾ പൂർത്തീകരിച്ച് പവിത്രമാക്കപ്പെട്ട കഅബ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് മുൽതസമിൽ വെച്ചുകൊണ്ട് ദുആയിരുന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ കഅബയോട് വിട പറഞ്ഞു പോകുന്ന മുസ്ലിമേ, വേദനയോടുകൂടി മക്കയെ വിട പറയുന്ന സമൂഹമേ, വിടവാങ്ങൽ തവാഫ് നടത്തുന്ന സോദരാ സോദരി, ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. നിങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ നിങ്ങൾ കൂടിയില്ലേ, ഇത് നിങ്ങൾ നിർത്തരുതേ, നിർത്തരുതേ. ഇനിയും ദിവസങ്ങൾ നിങ്ങൾ അല്ലാഹുവിലേക്ക് സ്മരണയോടുകൂടി നിലകൊള്ളണേ, നിലകൊള്ളണേ. ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും, നിങ്ങളുടെ പിതാക്കന്മാർ ദിക്ർ ചൊല്ലിയതുപോലെ മലപ്പുറത്തിന്റെ മക്കളല്ലേ, നമ്മുടെ പൂർവ്വസൂരികളാകുന്ന മഹാരഥന്മാർ, മഹത്തുക്കളാകുന്ന അയിമത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? അവരൊക്കെ ഈ ദിവസങ്ങളെയും മാസങ്ങളെയും ശ്രേഷ്ഠവൽക്കരിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ ജീവസുറ്റവരാക്കിയവരാണ്. ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടവരാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവരാ. അവർ അല്ലാഹുവിനെ സ്മരിച്ചതുപോലെ നിങ്ങളും അല്ലാഹുവിനെ സ്മരിക്കണേ. ഔ അശദ്ദ ദിക്റാ, നിങ്ങളുടെ
നിങ്ങളെ പൂർവസൂരികളാകുന്ന പിതാക്കന്മാർ അവർ ദിക്ർ ചൊല്ലിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ കേവലം ഹാജിമാരുടെ വിഷയത്തിൽ മാത്രമുള്ളതല്ല. പവിത്രമായ മക്കയിലേക്ക് പോകാൻ സാധിക്കാത്ത സാധുക്കളായ പ്രിയപ്പെട്ടതാകുന്ന മലപ്പുറം നിവാസികളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഖുർആനിന്റെ കൽപ്പനയാണ്. ശ്രേഷ്ഠമാക്കപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ, പുണ്യമാക്കപ്പെട്ട മാസമാണ് വരാനിരിക്കുന്ന മുഹറം. ഈ മാസങ്ങളിൽ അല്ലാഹുവിന് ദിക്റിലായി കഴിഞ്ഞുകൂടണേ. ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞു, ഇനി തിന്മയിലേക്ക് പോകാമെന്ന കരുതരുതേ. ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. അല്ലാഹുവിനെ കൂടുതലായി സ്മരിച്ചുകൊണ്ട് ഏകനാകുന്ന പടച്ച റബ്ബിലേക്ക് നിങ്ങൾ പോകണേ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി. മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിയാരങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, 1500ഓളം വരുന്ന കുടുംബങ്ങളെ, നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത് 1400 വർഷം മുമ്പ് ഖുർആൻ നൽകിയതായ പ്രഖ്യാപനമാണ്. അല്ലാഹുവിനെ ഭയക്കണേ, പേടിക്കണേ. ഏകനാകുന്ന പടച്ച റബ്ബിനോടുള്ള ആരാധനയിൽ മുറിഞ്ഞ ജീവിതം നിങ്ങൾ കൃത്യമായി നടത്തണേ. അല്ലാഹുവിനെ ഭയക്കേണ്ട രീതിയിൽ നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളണേ. 60 വർഷമായി ഖാലിയാരാകുന്ന ശൈഖുന അവറുകൾ ഈ സമൂഹത്തിന് നൽകിയ ദർശനമാണ്. ഇന്നും അദ്ദേഹത്തെ ആദരിച്ചതാകുന്ന ഈ സദസ്സിൽ വെച്ച് ഉദ്ഘാടനം നടത്തുമ്പോൾ അദ്ദേഹം വിളിച്ചോതിയത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. 60 വർഷമായി ഈ ഉസ്താദ് നിങ്ങളോട് പറയുന്നത്, എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഉമ്മത്തീങ്ങളെ, നിങ്ങൾ ഒരാൾ പോലും മുസ്ലിമാകാതെ മരിക്കരുതേ. ഈമാൻ പരിപൂർണമാക്കണേ. ഈമാൻ സലാമത്താക്കാതെ ഒരൊറ്റ വ്യക്തിയും മരണപ്പെട്ടു പോകരുതേ. എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഉപദേശം അത് മാത്രമാണ്. ആർക്കാണ് സാധിക്കുക മുസ്ലിമേ? ആർക്കാണ് സാധിക്കുക മുസ്ലിം സഹോദരാ, സഹോദരി? ഈമാൻ സലാമത്താക്കി ജീവിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞാൽ അല്ലാഹുവിനെ മറക്കുകയല്ല വേണ്ടത്. ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. നിങ്ങളുടെ പൂർവസൂരികളാകുന്ന പിതാക്കന്മാർ, നിങ്ങളുടെ മാതാപിതാക്കൾ പാതിരാത്രി സമയത്ത്, നല്ല തണുപ്പുള്ള രാത്രിയിൽ, വെള്ളമില്ലാതിരുന്ന കാലഘട്ടത്തിൽ, കരണ്ടില്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും കൃത്യമായി വെള്ളം കണ്ടെടുത്തുകൊണ്ട് ഒതുവെടുത്ത് തപ്പിത്തടഞ്ഞുകൊണ്ട് പാതിരാത്രി സമയത്തിൽ നിശയുടെ നിശീലതയിൽ കൂരിരുട്ടിന് വകഞ്ഞു മാറ്റിക്കൊണ്ട് അള്ളാന്റെ മുന്നിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചവരില്ലേ, ഖുർആൻ ഓതിയവരില്ലേ? അവരുടെ ഇബാദത്ത് പോലെ അതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കണേ. ഫമിനന്നാസ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ വിളിച്ചു ദുആയിരക്കുകയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവ് നൽകണേ അല്ലാഹ്. ദുനിയാവിലുള്ള നന്മകൾ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് വീട് വേണം, ഞങ്ങൾക്ക് കാറ് വേണം, ഞങ്ങൾക്ക് വാഹനം വേണം, ഞങ്ങൾക്ക് ജീവിതം സന്തോഷകരമാക്കണം, മക്കളുടെ പഠനത്തിന്റെ കാര്യം ഖൈറാക്കണം, മകളുടെ വിവാഹത്തിന്റെ കാര്യം ഖൈറാകണം, മകൾ ഗർഭിണിയായിട്ടുണ്ട്, സുഖപ്രസവം നടക്കണേ അല്ലാഹ്. ദുനിയാവ് മാത്രം ചോദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ അല്ലാഹ് ഖുർആനിലൂടെ അടയാളപ്പെടുത്തുകയാണ്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്.
ആഖിറത്തിലെത്തുമ്പോ മരിച്ച മണ്ണോട് ചേർന്ന ഖബർ ജീവിതത്തിലും അനുബന്ധ ജീവിത ഘട്ടങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതരുതേ. ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിൽ ഒരു ഓഹരിയും അവർക്കുണ്ടാവില്ല. കാരണം ദുനിയാവ് മാത്രമാണ് അവർ ആഗ്രഹിച്ചുകൊണ്ട് നടന്നത്. ദുനിയാവിന് പിറകെ ഓടിയവരാ, അതിന്റെ പിറകിൽ മത്സരിച്ചവരാണ്, അതിന്റെ പിറകിൽ നടന്നവരാണ്. എന്നാൽ വമിൻഹും മയ്യഖൂൽ, ജനങ്ങളിൽ ചില സാലിഹീങ്ങളുണ്ട്. യഖൂൽ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. 5 വഖ്ത് നമസ്കാരം ചിട്ടയാണ്, നോമ്പുകൾ നോറ്റ് വീട്ടുന്നവരാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവരാണ്, പാവങ്ങളുടെ കണ്ണീരപ്പുന്നവരാണ്, നിരാലംബര കവലംബമാകുന്നവരാണ്, പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ സാധിക്കാത്ത സാധുക്കളാണ്. നാട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിക്കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് തൗഹീദിൽ അടിസ്ഥിതമായ ജീവിതം നയിച്ചവരാണ്. യഖൂൽ, അവർ അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതാ വഫിൽ ആഖിറതി ഹസനതാ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ വേണം, ആഖിറത്തിലും നന്മ വേണം. അല്ലാഹ്, കേവലം ദുനിയാവ് മാത്രമല്ല ആഖിറത്തെയും ചേർത്ത് ചോദിക്കുന്നവരാണ്. ദുനിയാവിലും നന്മ വേണം, ആഖിറവും ഞങ്ങൾക്ക് വേണം. അല്ലാഹ്, ദുനിയാവ് ഞങ്ങൾക്ക് നീ നൽകി, ആഖിറം നഷ്ടപ്പെടുത്തി കളയല്ല അല്ലാഹ്. വഖിനാ അദാബന്നാർ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ഈ രീതിയിൽ പടച്ച റബ്ബിനോട് ദുആ ഇരക്കുന്നവരെ ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ, തീർച്ചയായും അവർക്കാണ് അല്ലാഹു ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുന്നത്. അവർക്ക് വലിയ ഓഹരി അല്ലാഹു നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർക്കാണ് വിജയം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിസ്കാരത്തിന് ശേഷം ഏത് ദുആ വേണം? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മൾ ഇതിങ്ങനെ ഒരു 10 വട്ടം ഹത്തീബ് ദുആ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും അയാളൊരു പഴഞ്ച ഹത്തീബാന്ന് തോന്നുന്നുണ്ട്, എപ്പോഴും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. നമുക്കെന്ത് വേണം? അല്ലാഹുമ്മ ഹ്മീനാ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൻ തഹ്മിയനാ ബിഹിമായതിക വതക്ഫിയനാ ബികിഫായതിക വതഹ്റുസനാ ബിഹൗലിക വഖുവതിക വതുഅയ്യിദനാ ബിതഅയ്യിദിക വതൻസുറനാ ബിനസ്രിക വതഹ്ദിയനാ ബിഹിദായതിക വതസ്റ ഉയൂബനാ ബിസിത്രിക ജമീൽ വഖതഖ്ലിയ ഹവായിജനാ യാ അല്ലാഹ്. ഇങ്ങനെയുള്ള ദുആ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് കൊള്ളാമല്ലോ, ആ മുസ്ലിം ഉസ്താദിന്റെ ഫോൺ നമ്പർ തന്നെ ഞങ്ങളുടെ വള്ളിയിലേക്ക് ഹത്തീവായിട്ട് വേണമായിരുന്നു. നമുക്കിങ്ങനെ കടിച്ചാൽ പൊട്ടുന്ന വാക്കുകളൊക്കെ കേട്ടുള്ള ദുആ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. റബ്ബനാത്തിനാണ് ആൾ, കാരണം അതൊക്കെ പഴഞ്ചൻ ആൾക്കാരാണെന്ന് കരുതുക. പക്ഷെ ഈ ദുആയിനാണ് ഏറ്റവും വലിയ വലിപ്പം. ഇപ്പോൾ ഒരു ദുആയുടെ കാര്യം ഇപ്പം പറഞ്ഞത്, അല്ലാഹു ഖുർആനിൽ പ്രശംസിച്ച് പറഞ്ഞതാണ് ഈ ദുആ. ഖുർആനിൽ പറഞ്ഞ ദുആ വാരിദായ ദുആകളാണ്. ഖുർആനിലും ഹദീസിലും വന്ന ദുആകൾ അതിന് വലിയ മഹത്വമാണ്. അത് ഒഴിച്ചുകൂടാനേ പാടില്ല, അത് എപ്പോഴും കൊണ്ടുവരണം. അതിനപ്പുറത്തേക്ക് മറ്റൊരു ദുആ ഇല്ല സഹോദരങ്ങളെ. അതല്ലേ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവര് വഫാത്താകുന്നതിന് മുമ്പ് എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് പോകരുത്. നിസ്കാരത്തും കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു ഹംദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, ഒരു സ്വലാത്ത്. എന്നിട്ടോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. മതി, ഇത്രയെങ്കിലും ദ്വാരന്നിട്ട് പോകണമെന്നാണ് പറയുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും നമുക്കൊരു തിരക്കായി പോയി, പെട്ടെന്ന് എഴുന്നേക്കണം നിസ്കാരം കഴിഞ്ഞ്. കാരണം ഇതിനകത്തെല്ലാം ഉൾപ്പെട്ടു. ജാമിഉം മാനിയും എന്ന് പറയും ഉസ്താദുമാരുടെ ഭാഷയിൽ. ഉൾക്കൊണ്ടതാകുന്ന, ഉൾക്കൊള്ളേണ്ട മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ച്
തള്ളേണ്ടതിനെ മുഴുവനും തള്ളിക്കൊണ്ടുള്ള മഹനീയമായ പ്രാർത്ഥനയാണ് ഏത്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതിനേക്കാൾ വലിയ ദുആ ഇല്ല. അതുകൊണ്ട് അത് മുടക്കിയിരുന്നില്ല ഉലമാക്കൾ, മഹത്തുക്കൾ, സഹാബത്തെ കിറാം. നമ്മളോ എന്നാ ദുആ ഒക്കെ വേണ്ടാന്ന് വെച്ചു. നിസ്കാരം കഴിഞ്ഞ് ആരാ 5 മിനിറ്റ് ദുആയിരുന്നു? ഇന്നത്തെ ദിവസം ഒരു 5 മിനിറ്റ് ദുആയിരുന്നവർ എത്ര പേരെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈയുറത്താൻ പറ്റും? കൈയുറത്താനല്ല ഞാൻ ചോദിക്കാണ്. ചിന്തിച്ചു നോക്ക്. നമ്മൾ ദുആ ഇല്ല, ഒക്കെ ഒഴിവാക്കി കളഞ്ഞു. സ്വന്തമായി ദുആയില്ല. ഇനി പള്ളിയിൽ ഉസ്താദ് ദുആയിരുന്നു, നിർത്താണ് നമ്മളവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഖാസായ ഓരോരുത്തർക്കും അവരവർക്ക് പ്രത്യേകമായ പല വിഷയങ്ങളുണ്ടാകും. അത് പറഞ്ഞ് പള്ളിയിൽ പോകുന്നവർ, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സഹോദര സഹോദരിമാർ, അവർ വീടിൻ്റെ അകത്തലങ്ങൾ അവർ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷം ഒന്ന് ദുആയിരുന്നൂടെ? അള്ളാഹുവിനോടൊന്ന് സങ്കടം പറഞ്ഞുകൂടെ? ഒരു 10 മിനിറ്റ് ദുആയിരക്കാൻ എന്തേ മുസ്ലിം തയ്യാറാകാത്തത്? പിന്നെ എങ്ങനെ നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ തങ്ങൾ ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണേ ഹബീബേ, മാ യഉബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാ? നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാത്തത് കൊണ്ട്. ഒരു ഹദീസുണ്ട്, ലൗലം തുദിനിബു ലദഹബല്ലാഹു ബിക്കും. നിങ്ങൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇല്ലാതാക്കി കളയും. എന്നിട്ടോ മറ്റൊരു സമൂഹത്തെ അള്ളാഹു നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപം ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ തേടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മളൊക്കെ പാപികളും ദോഷികളുമാണ് ഈ ഉമ്മത്ത്. എന്നിട്ട് നമ്മൾ അള്ളാഹുലേക്ക് തൗബ തേടുന്നില്ല, അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ തേടുന്നില്ല. അള്ളാഹു വലിയ ഇഷ്ടമാണ് പടച്ചറബിലേക്ക് നമ്മുടെ വിഷമങ്ങൾ പറയുക എന്നുള്ളത്. നമ്മൾ അവന്റെ ദാസന്മാരല്ലേ, അടിമകളല്ലേ, അബ്ദല്ലേ, നമ്മളവന്റെ ഇബാദുകളല്ലേ, ദാസന്മാരല്ലേ. അതുകൊണ്ട് റബ്ബിലേക്ക് പരിപൂർണമായ സമർപ്പണം അതുണ്ടാവേണ്ട സമയവും സന്ദർഭമാണിത്. ആ സമർപ്പണത്തിന്റെ മൂർധന്യതയിലേക്ക് എത്തുമ്പോഴാണ് ആലിമാവുക. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യഖ്ശാ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ആലിമീങ്ങളാണ്. യഥാർത്ഥ ആലിമീങ്ങൾ, ഒന്നിരാകുന്ന മുസംകുട്ടി ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ, അവർ അല്ലാഹുവിനെ ഭയപ്പെടും. കാരണം എന്തുകൊണ്ട്? റബ്ബിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും തിരിച്ചറിവും അവർക്കുണ്ടായി. നമുക്ക് അറിവ് തന്നെ ഉണ്ടായിട്ടില്ല, പിന്നല്ലേ തിരിച്ചറിവ്? അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്, നമ്മുടെ മക്കളിൽ നടത്തേണ്ടത്. മക്കളെ കൃത്യമായി മദ്രസയിലേക്ക് പറഞ്ഞു വിടണം. മദ്രസകൾ തുറന്നു, കലാലയങ്ങൾ തുറന്നു. ഇതൊക്കെ കൃത്യമായി പോകുന്നുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ ശ്രദ്ധ ചെലുത്തണം. കാരണം ലഹരിയുടെ വല്ലാതെ കൂടി വരികയാണ്. ലഹരിയുടെ ഉപയോഗം ചെറിയ കുട്ടികൾ മാത്രമല്ല, വലിയ മുതിർന്നവരിൽ വലിയ വലിയ ആളുകൾ, മാതാപിതാക്കൾ ഒന്നായിട്ട് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രംഗം, കുട്ടികളുമായി ഒന്നിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന രംഗം, ഇതിന്റെ കാരിയറായി വർത്തിക്കുന്നതാകുന്ന ആളുകൾ, 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പ്ലസ് 1നും പ്ലസ് 2നും എന്ന് വേണ്ട ഓരോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളടക്കം ലഹരിയുടെ ഉപയോഗവും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന കാരിയറായി നിലകൊള്ളുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ, പോലീസ് വൃത്തങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ അത്തരത്തിലുള്ളതാകുന്ന തിന്മകൾ ഇല്ലാതാകാൻ മക്കൾക്ക് ആത്മീയമാകുന്ന അറിവ് കൊടുക്കാൻ നമ്മൾ സജ്ജരാകണം. ഭൗതിക കലാലയത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന തലമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് ഒഴിവാകുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതല്ലാത്ത തലത്തിലേക്ക് വിട്ടുകൊണ്ട് മക്കൾക്ക് ഭൗതികതയും കൊടുക്കണം. രണ്ടും വേണം. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യാ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യാഭ്യാസം എത്ര വേണമെങ്കിലും പഠിപ്പിക്കാം, പക്ഷെ ആത്മീയത നഷ്ടപ്പെട്ടു പോകരുത്. നോക്കൂ നിങ്ങൾ, തഴവാ ഉസ്താദിന്റെ ആ വരി എത്ര പ്രസക്തമാണ്. ആത്മീയ വിദ്യയാണ് അതിൻ്റെ ബ്രേക്കടോ എന്ന് പറഞ്ഞാൽ
ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു കാര്യമില്ല. മക്കൾ പഠിക്കാൻ പോകുന്നുണ്ട്, ളുഹറില്ല, അസറില്ല, നിസ്കാരമൊന്നുമില്ല, പിന്നെന്ത് ഭൗതിക വിദ്യാഭ്യാസം? ഈ വിദ്യാഭ്യാസം കൊണ്ടൊരർത്ഥവും ഇല്ല. പ്രായപൂർത്തി എത്തിയ തല മുതൽ അവന് നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ അവൻ ഒരു ഖൈറും ഉണ്ടാവൂല. ഇത് നേടിയെടുത്തതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്ത് ബറക്കത്തുണ്ടാകും? ഇവിടെ ഇരിക്കുന്നതാകുന്ന പഴയ കാരണവന്മാർ, അവർക്കൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഭൗതികവും കിട്ടി എന്ന് പറഞ്ഞാൽ ഭൗതിക ലോക ജീവിതവും കിട്ടി, ആത്മീയതയും കിട്ടി. എന്തുകൊണ്ടാ? നിങ്ങൾ ആത്മീയത നഷ്ടപ്പെടുത്തി കളയാതിരുന്നത് കൊണ്ടാണ്. പുതിയ തലമുറയ്ക്ക് ആത്മീയത നഷ്ടപ്പെട്ടു പോയാൽ ദുന്യാവും പോകും, ആഖിറവും പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതെല്ലാം കിട്ടണമെങ്കിൽ ആത്മീയത വേണം. അതാണ് നേരത്തെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലൂടെ പഠിപ്പിച്ചത്. അദ്ദേഹം ഇൽമ് തിരഞ്ഞെടുത്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികത്തിന്റെ ലോകത്തിന്റെ വിശാലമായ തലങ്ങളും അള്ളാഹു എത്തിച്ചു കൊടുത്തു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അവിടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം കൃത്യമാക്കണം. അത് അരികുവൽക്കരിക്കരുത്. കൃത്യമായി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഒരൊറ്റ ക്ലാസ് പോലും കൃത്യമായി പോകാതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരു ദിവസത്തെ പഠനം അവർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. സഹോദരിമാർക്ക് അവർക്കുള്ളതാകുന്ന ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. പരിശുദ്ധമായ ഖുർആനിന്റെ ക്ലാസ്സുകളുണ്ട്, അതിൽ ഭാഗമാക്കണം. മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം. ആലിമീങ്ങൾ ദീനുമായിട്ട് ശുഗലാകുന്നതിൽ പരിപൂർണമായി ബന്ധം പുതുക്കണം. കിതാബ് തിരിഞ്ഞിട്ടുള്ള മഹത്തുക്കൾ കിതാബുകൾ വീണ്ടും മുതാലഅ ചെയ്ത് വലിയ വലിയതാകുന്ന വിജ്ഞാനത്തിന്റെ താളുകളിലേക്ക് അവരുടെ ഹൃദയത്തെ കൊണ്ടുപോകണം. അവരുടെ ശരീരത്തെ അതിനുവേണ്ടി സമർപ്പിക്കണം. ഇൽമു പഠിക്കാൻ നമ്മളൊക്കെ സന്നദ്ധനാകണം. ഒരു ദിവസം എന്തെങ്കിലും ഒരറിവ്, ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, ഒരറിവ് സംശീകരിച്ചെടുക്കുന്ന നിലയിലേക്ക് നമ്മുടെ സമയങ്ങളെ നമ്മൾ ക്രമീകരിക്കണം. ഒരു അരമണിക്കൂർ സമയം നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, നല്ല വിദ്യാഭ്യാസം നുകരുന്നതിലൂടെ, ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ, എങ്ങനെ ആയിക്കോട്ടെ ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഡെയിലി അറിവ് സമ്പാദിക്കുന്നവനാകണം. പഴയ കാലം മുതൽ പത്രവായന ശീലമുള്ള ആളുകളാണ് നമ്മൾ കേരളീയർ. പത്രം വായിക്കുന്നവരുണ്ട്. അതിന്റെ എഡിറ്റോറിയൽ പേജുകൾ കൃത്യമായി എല്ലാ ദിവസവും വായിക്കുവാൻ, കൃത്യമായി അന്ന് നടക്കുന്ന വിഷയങ്ങൾ, സമകാലിക വിഷയങ്ങൾ കൃത്യമായി നമുക്കൊരു അവബോധമുണ്ടാകും, ബോധമുണ്ടാകും. വായിക്കാതിരിക്കരുത്. പല വീടുകളിലും ഡെയിലി 7 രൂപ 8 രൂപ കൊടുത്ത് പത്രം വരുത്തുന്നതല്ലാതെ പത്രം മറിച്ചു നോക്കൽ തന്നെ ഇല്ല. വെറുതെ പേരിന് രാഷ്ട്രീയത്തിന്റെ പത്രങ്ങൾ വരുത്തുന്നവരുണ്ട്, സാമുദായിക പത്രം വരുത്തുന്നവരുണ്ട്. വരുത്തിയില്ലെങ്കിൽ അത് വലിയ ഫിത്നയാകുമെന്ന് കണ്ടിട്ട് അങ്ങനെ 5-6 പത്രം, ഒരേ ടീം തന്നെ പല പത്രങ്ങളും വരുത്തുന്നവരുണ്ട്. പത്രം ഏതുമായിക്കോട്ടെ, വായിച്ചില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് വായന നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റണം. വായനയിലൂടെ അറിവ് സമ്പാദിക്കും. മാത്രമല്ല ഇൽമ കേൾക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് വായന അറിയില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് വായിച്ചെങ്കിലും അറിവ് നമ്മൾ സമ്പാദിക്കണം. അപ്പോൾ കേൾക്കലായി. ഇൽമിന്റെ സദസ്സുകൾ പങ്കെടുക്കണം. ഇത്തരത്തിലുള്ള ആത്മീയമായ സദസ്സുകൾ ഒരു അരമണിക്കൂർ സമയമെങ്കിലും നല്ലൊരു ശ്രോതാവായി നിൽക്കാൻ, നല്ലൊരു കേൾവിക്കാരനായി നിൽക്കാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ ജീവിത വിജയത്തിന് അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ ഈ ലോകത്തിന്റെ അവസാനമായി കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിനെ ഉയർത്തുമേ സ്വഹാബ. വമിൻ അലാമത്തി യൗമിൽ ഖിയാമ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണല്ലോ യൽഹറുൽ ജഹലു യുർഫഉൽ ഇൽമു, അറിവുള്ളവരെ ഉയർത്തുകയാണ്, അറിവിനെ അല്ലാഹു ഉയർത്തുകയാണ്. വിവരക്കേട് ലോകത്ത് പ്രചരിക്കുകയാണ്. യഥാർത്ഥരാകുന്ന ആലിമീങ്ങൾ ഇല്ലാതാകലിലൂടെയാണ് അറിവ് ലോകത്തില്ലാതാകുക. സ്വഹാബ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഇൽമിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇംതിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. ഓരോ ദാസന്മാരും ഓരോ ദാസികളും പഠിച്ചു വച്ചിരിക്കുന്നതാകുന്ന അറിവുകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന്
അല്ലാഹു ഊരിക്കളയുകയല്ല, മറിച്ച് ഇൽമിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ, സമുന്നതരാകുന്ന ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ മരിപ്പിക്കലിലൂടെയാണ്, അവരുടെ വഫാത്തിലൂടെയാണ് അല്ലാഹു ഇൽമിനെ ഉയർത്തുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവസാന കാലഘട്ടം വരുമ്പോൾ ഇൽമു ഉയർത്തപ്പെട്ടു പോകും, വിവരക്കേട് അധികരിക്കും. എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെട്ടു പോവുക? മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സംശീകരിച്ചു വെച്ച അറിവുകളെ അവന്റെ ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളയുകയോ ഊരിക്കളയുകയല്ല, മറിച്ച് ഇൽമു ഉയർത്തപ്പെട്ടു പോകുന്നതിന്റെ ശൈലി നബി തങ്ങൾ പറയുന്നു വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാഇ, നാട്ടിലുള്ള വലിയ ആലിമീങ്ങളെ മരിപ്പിക്കും. അല്ലാഹു ശൈഖുന ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മശായിഖന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചു കഴിയുമ്പോഴാണ് പിന്നെ അവരുടെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അവർ നമുക്ക് താങ്ങായി തണലായി വർത്തിച്ചത്, അവർ നമുക്ക് നൽകിയ പകർ നൽകിയ സ്നേഹം വെറുതെ ഒന്നും വേണ്ട. അവരിടയ്ക്കൊന്ന് 15 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. അവരുടേതാകുന്ന ഒരു തണൽ, അവരുടെ ഒരു പ്രാർത്ഥന, അവരുടെ ഒരു പേര് നമ്മുടെ മഹല്ലിന്റെ ഖാദി എന്നുള്ളതാകുന്ന ഒരു സ്ഥാനത്തിൽ നിൽക്കുന്നു. അതൊരു തണലാണ്, ഒരു വലിയ തണൽ വൃക്ഷമായി അവർ നമുക്ക് നൽകിയതാകുന്ന വലിയ ആത്മീയത. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ വില നമ്മൾ അറിയുക. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ ഇൽമിനെ ഉയർത്തപ്പെടുന്നത് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ, സമുന്നതരാകുന്ന ആലിമീങ്ങളെ മരിപ്പിക്കലിലൂടെയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ് ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, അറിവില്ലാത്തതാകുന്ന വിവരദോഷികളെ, അറിവില്ലാത്തതാകുന്ന ആളുകളെ ജനങ്ങൾ തലയിലേറ്റ് നടക്കുമത്രേ. വിവരദോഷികളാകുന്ന ആളുകളെ വലിയതാകുന്ന ആളുകളായി ജനങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ഇന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാര് വ്യാജ തരീഖത്തിന്റെ മശായിഖന്മാരുടെ പിറകെ നടക്കുന്ന മുസ്ലിം സമുദായത്തിലെ മംഗമാരില്ലേ? എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. കള്ളത്തരീക്കത്തിൽ പെട്ടുപോയിട്ടുള്ള എത്ര ആളുകൾ നമുക്കൊക്കെ നല്ലതുപോലെ വ്യക്തമാണ്. എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ കുട്ടിക്ക് പോലും തിരിച്ചറിവുണ്ട് അവരൊക്കെ ദുനിയാവിന്റെ ആളുകളാണ്. അങ്ങനത്തെ കള്ള ശൈഖന്മാരുടെ പിറകിൽ പോലും ഇന്നീ സമുദായത്തിലെ ധാരാളം ആളുകൾ പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ. എത്രയോ ഉസ്താദുമാര് വരെ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വ്യാജ തരീക്കത്തുകൾ, സമസ്ത എന്ന് പറയുന്ന ഈ മഹാവൃക്ഷത്തിന്റെ തണലിൽ കൂടിയിട്ടുള്ളതാകുന്ന മുഅ്മിനീങ്ങൾ സുരക്ഷിതരാണ്. ഉറപ്പല്ലേ അത്? അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആലിമീങ്ങളുടെ പിന്നിൽ അണിനിരന്നവരാണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതല്ലാത്ത എത്രയോ ആളുകൾ മശായിഖന്മാർ പ്രത്യേകം ചൂണ്ടിപ്പറഞ്ഞ ഇന്ന ഇന്ന വ്യാജ തരീക്കത്തുകൾ അതിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാകുന്ന മശായിഖന്മാരായി ഇന്ന് ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ, ദുനിയാവിന്റെ വക്താക്കൾ, എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാർ സമ്പത്ത് കൊണ്ടുവന്നവരുടെ കാൽച്ചുവട്ടിൽ വെച്ചിട്ട് നമ്മൾ ശിരസ്കരനായി നിലകൊള്ളുകയാണ്. തങ്ങൾ പറയുകയാണ്, സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുമ്പോ വിവരദോഷികളാകുന്ന ആളുകളെ ജനങ്ങൾ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുകയാണ്, അവരെ തലവന്മാരാക്കുകയാ, അവരെ സമുന്നതരായ നേതാക്കളായി പാവപ്പെട്ട ജനങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ഫസുലൂ അതിലൂടെയുള്ള നാശം എന്തെന്നറിയുമോ സ്വഹാബ? ആ വിവരദോഷികളോട് ജനങ്ങൾ ഫത്വ തേടുകയാണ്. വീടിന്റെ വിഷയത്തിൽ, കച്ചവടത്തിന്റെ വിഷയത്തിൽ, അവന്റെ ജീവിതത്തിന്റെ വിഷയത്തിലൊക്കെ അവരുമായിട്ട് കാര്യങ്ങൾ തേടുമ്പോ വിവരമില്ലാത്തതായ ആളല്ലേ, വിവരദോഷികളായ കള്ള ശൈഖന്മാരില്ലേ, അവരതാ വിവരക്കേട് കൊണ്ട് ജനങ്ങൾക്ക് ഫത്വ നൽകുകയാണ്. അനാവശ്യമാകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ ഫസാദ് ഉണ്ടാക്കുകയാണ്. ഫളല്ലൂ വഅളല്ലൂ.
അവരാ ഫത്വ നൽകലിലൂടെ പാവപ്പെട്ട സാധു ജനങ്ങളെ പിഴപ്പിക്കുകയാണ് സ്വഹാബ. അവർ പിഴച്ചു പോവുകയാണ്, അവരും ജനങ്ങളെ പിഴപ്പിക്കുകയാണ് എന്ന് നബിയോനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതായ കാര്യമാണ്. അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഇൽമു ഉയർത്തപ്പെട്ടു പോകും സഹാബ. ഇൽമിനെ ഉയർത്തുന്നത് ജനങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവുകളെ അവരുടെ ഹൃദയത്തിൽ നൂരിക്കളയുകയല്ല, മറിച്ച് സമുന്നതരാകുന്ന ആലിമീങ്ങളെ പണ്ഡിതന്മാരെ മരിപ്പിക്കലിലൂടെയാണ്, വഫാത്തിലൂടെയാണ്. അതിലൂടെ അവർ പഠിച്ചു വെച്ചിട്ടുള്ള വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ ഈ ലോകത്ത് നിന്ന് എന്നേക്കമായി അസ്തമിക്കുകയാണ്. പിന്നീട് കടന്നു വരുന്നത് കീടങ്ങളാണ്. അറിവില്ലാത്തതാകുന്ന കള്ള ശൈഖന്മാരുടെ പിറകെ ജനങ്ങൾ അവരെ തലയിലേത്തിക്കൊണ്ട് നടന്നവരോട് മസലകൾ ചോദിച്ച് അവരും നശിക്കാൻ കാരണമാണ്. അവർ ഫത്വ കൊടുക്കുന്നതിലൂടെ ആ ജനങ്ങളും നശിച്ചു പോവുകയാണ് എന്ന് നബിയോനാ റസൂലുള്ളാഹി. റബ്ബ റബ്ബിന റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ് റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇറാ. മഹാന്മാര് പറഞ്ഞത് എത്ര ശരിയാണ്. റബ്ബ റബ്ബിന റബ്ബഹു ലം യഅരിഫൻ, അല്ലാഹുവിനെ യഥാർത്ഥ രീതിയിൽ അറിയാത്തതാകുന്ന എത്രയോ തർബിയത്തിന്റെ വാലാട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. ഞങ്ങൾ തർബിയത്തിന്റെ ആളുകളാണ്, ജനങ്ങളെ നന്മയിലേക്ക് തസ്കിയത്ത് ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങളിതാ സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള പാതയാണ്. ഞങ്ങളുടേതാകുന്ന അറ്റം ചെന്ന് നിൽക്കുന്നത് സ്വർഗമാണ്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൂട്ടുന്ന ആളുകളാണ്, അതിന്റെ ടിക്കറ്റ് കൊടുക്കുന്ന വാഹകരാണ്. ഈ സമുദായത്തിൽ പച്ചയായി ഈ നിലയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രബോധനം നടത്തുന്നതായ കള്ള ശൈഖന്മാരില്ലേ, വ്യാജന്മാരില്ലേ, സമുന്നതരാകുന്ന ആലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് വിരാജിക്കുന്നതായ കള്ള ശൈഖന്മാരില്ലേ. റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ, എത്രയെത്ര തർബിയത്തിന്റെ വാഹകരാണ്. അല്ലാഹുവേ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. മാത്രമല്ല റബ്ബ റബ്ബിന റബ്ബഹു ലം യഅരിഫൻ വലം റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇറാ. പാവപ്പെട്ട ജനങ്ങൾ വന്നുകൊണ്ട് ഓരോ വിഷയങ്ങളിലും അവരോട് മസലകൾ ചോദിക്കുമ്പോ വിഭിന്നമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വന്തം അവകാശങ്ങൾ പോലെ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ആലിമീങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്നതായ ആളുകളില്ലേ, ഇത്തരത്തിലുള്ള മശായിഖന്മാരായ ചമയുന്നവരെ സൂക്ഷിക്കണേ. ഉലമാക്കളെ രേഖപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ കള്ള നാണയങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് ഇത്തരത്തിലുള്ള ആലിമീങ്ങളിലൂടെ സാധിക്കുന്നു. ഉസ്താദവറുകളുടെ കൈക്ക് പിടിക്കലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം അതാണ്, ഈ സമൂഹത്തിന് കിട്ടുന്ന നേട്ടം. ഇപ്പോഴുള്ള ഈ കാലയളവിൽ ജീവിച്ചിരിക്കുന്ന ഈ ഒരു ന്യൂ ജനറേഷന് കിട്ടുന്ന നേട്ടം അതാണ്. കള്ള നാണയങ്ങളെ തിരിച്ചറിയാൻ ഒന്നിനാകുന്ന ശൈഖിനയിലൂടെ അള്ളാഹു നമുക്ക് സാധ്യമാക്കി. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതാണ് ഒരുപാട് ആളുകളുണ്ട്, തർബിയത്തിന്റെ ആളുകൾ, പക്ഷെ അവർ അള്ളാഹുവിനെ പോലും യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല. അതാണ് റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ, സ്വന്തം റബ്ബിനെ പോലും നല്ലതുപോലെ മനസ്സിലാക്കാത്ത തർബിയത്തിന്റെ ശൈഖാണ് എന്ന് പറഞ്ഞ് വിളിച്ചോതി നിൽക്കുന്ന മശായിഖന്മാരുണ്ട്. വലം യകുൻ റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇറാ. ജനങ്ങളെ വിഭിന്നമാകുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ്, സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞ് മസലകളിൽ ഭിന്നതയുണ്ടാക്കി അവരെ പ്രശ്നത്തിലകപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ വർഷം വരെ അറഫാ ദിവസത്തിന്റെ മക്കയിലുള്ളതാകുന്ന അറഫാ ദിവസത്തിൽ തന്നെ ഇവിടെ നോമ്പ് പിടിക്കണമെന്ന് വാശി പിടിച്ചതാകുന്ന ബിദ്അത്തിന്റെ ആളുകൾ ഈ വർഷം എത്തിയപ്പോൾ ഒക്കെ തിരിഞ്ഞ്, ഇപ്പോഴാണ് കുറച്ച് തിരിഞ്ഞത്. ഈ വർഷം എല്ലാവരും വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞില്ല, ബിദ്അത്തിന്റെ മുഴുവൻ ആളുകളും വീഡിയോ ഇറക്കി. എന്ത്? മക്കത്തെ അറഫാ ദിവസം അത് വേയാണ്, ഇത് റേയാണ്.
അവര് അറഫയിൽ നിൽക്കണം, നമ്മൾ അറഫ ദിവസം നമുക്ക് പിറകണ്ട ദൃശ്യമായിട്ട് നമുക്ക് അന്നല്ല, നമുക്ക് ഇന്നാണ്, അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം, നോമ്പൊടിക്കണം എന്ന് പറഞ്ഞു. മുമ്പ് ഇതൊക്കെ എത്ര ആലിമീങ്ങൾ പറഞ്ഞിട്ടും സമുന്നതരായ ഉസ്താദുമാർ പറഞ്ഞിട്ടും ഒന്നും തലയിൽ കയറാതെ അങ്ങനെയല്ല, അവിടെ അറഫ ദിവസത്തിൽ തന്നെ ഇവിടെ തന്നെ എന്ത് വേണം, ഇവിടെ നമ്മൾ നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിരുന്ന ആളുകൾ വരെ ഈ വർഷം ഒക്കെ ആളുകൾ ഏതെല്ലാം വിദേഹത്തിന്റെ കൃഷികളുണ്ടോ, ഞാൻ വെറുതെ പറയല്ല, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കോ, ഒക്കെ ഈ വർഷം വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എന്തിനാ? ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി. കാരണം അവർക്ക് തിരിഞ്ഞു വരികയാണ്, ഓരോ കാര്യങ്ങൾ പഠിച്ചു വരികയാൻ. മുമ്പ് ദുആകളെ കൂട്ടപ്രാർത്ഥനകളെ എതിർത്തിരുന്നവർ ഇന്ന് കൂട്ടപ്രാർത്ഥനയ്ക്ക് വേണ്ടി മജ്‌ലിസ് നടത്താൻ നോക്കൂ നിങ്ങൾ. എത്രയോ വിഷയങ്ങൾ അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ബിദ്അത്തിന്റെ ആളുകൾ. അപ്പൊ ആലിമീങ്ങളെ തിരിച്ചറിയാൻ, ഇൽമിന്റെ വാഹകരെ തിരിച്ചറിയാൻ ഇതിലൂടെ നമുക്ക് അവസരമുണ്ടാവുകയാണ്. ഈ നാടിന് കിട്ടിയിരിക്കുന്ന നേട്ടം അതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൽമിന്റെ മഹത്വം വളരെ വലുതാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തി വെച്ചതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വരം നൽകുകയാണ്, അവസരം നൽകുകയാണ്. 3 കാര്യങ്ങൾ നൽകാൻ വേണ്ടി അല്ലാഹു ലക്ഷ്യം വെക്കുന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കണേ സുലൈമാനേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് 3 കാര്യങ്ങൾ അല്ലാഹു വെച്ച് നീട്ടുകയാണ്. ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി. ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന അധികാരം വേണോ? വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ പരിപൂർണമായി നേടിയെടുക്കാനുള്ളതാകുന്ന അവഗാഹം നിങ്ങൾക്ക് വേണോ? അതല്ല വലിയ സമ്പത്തിന്റെ ഉടമയാക്കണോ? ഏതാ നിങ്ങൾക്ക് വേണ്ടത്? അധികാരം വേണോ? സമ്പത്ത് വേണോ? അറിവ് വേണോ? 3 കൊടുക്കാൻ നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തി വെച്ചതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വരം നൽകുകയാണ്, അവസരം നൽകുകയാണ്. 3 കാര്യങ്ങൾ നൽകാൻ വേണ്ടി അല്ലാഹു ലക്ഷ്യം വെക്കുന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കണേ സുലൈമാനേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് 3 കാര്യങ്ങൾ അല്ലാഹു വെച്ച് നീട്ടുകയാണ്. ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി. ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന അധികാരം വേണോ? വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ പരിപൂർണമായി നേടിയെടുക്കാനുള്ളതാകുന്ന അവഗാഹം നിങ്ങൾക്ക് വേണോ? അതല്ല വലിയ സമ്പത്തിന്റെ ഉടമയാക്കണോ? ഏതാ നിങ്ങൾക്ക് വേണ്ടത്? അധികാരം വേണോ? സമ്പത്ത് വേണോ? അറിവ് വേണോ? 3 കൊടുക്കാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, ഫഖ്താറൽ ഇൽമാ. നബി തങ്ങളാണ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം തിരഞ്ഞെടുത്തത്, അല്ലാഹുവേ എനിക്ക് അറിവ് മതി, ഇൽമു മതി, വേറൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്ത് മതി? ഇൽമു മതി. സുബ്ഹാനല്ലാഹ്. ഫഅതാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുൽക വൽ മാല വൽ ഇൽമ. ഇൽമിനെ തിരഞ്ഞെടുത്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലോകം മുഴുവനും അടക്കി ഭരിക്കുവാനുള്ള അധികാരത്തിന്റെ പരമോന്നത പദവി കൊടുത്തു. മാത്രമല്ല, 2ാമതായി സമ്പത്തും നൽകി, 3ാമതായി അറിവും അല്ലാഹു നൽകി എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ് ആര്? അംബിയാ മുർസലീങ്ങൾ. അതിൽ ഉൾപ്പെട്ടു. സുലൈമാൻ നബിക്ക് കിട്ടൽ നോക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കിട്ടിയതാകുന്ന ആ ഒരു ചാൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരാനാണ്? അംബിയാ മുർസലീങ്ങൾ. അതിൽ അല്ലാഹു ഉൾപ്പെടുത്തി. മാത്രമല്ല, ഇൽമു കൊടുത്തു, നല്ല അറിവുള്ള വ്യക്തിയാക്കി മാറ്റി. അറിവിനെ തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ലോകം മുഴുവനും അടക്കി ഭരിച്ച ചക്രവർത്തിമാർ 4 പേരാണ്. അതിൽ പ്രമുഖനാണ് ആര്? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
മറ്റുള്ളവരെക്കാൾ വ്യതിരക്തനാണ് ഒന്നുകൂടി. കാരണം എല്ലാവരുടെയും ഭാഷകൾ കൂടി, ഉറുമ്പിന്റെ ഭാഷ വരെ ആർക്കറിയാമായിരുന്നു? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം. എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ അറിയാം, ജിന്നിന്റെ ഭാഷ അറിയാം, മനുഷ്യന്റെ ഭാഷ അറിയാം. ഏതൊക്കെ ഭാഷകളുണ്ട് അതൊക്കെ സ്വായത്തമാക്കി നല്ല അറിവുള്ള വ്യക്തിയാണ്. അതാണല്ലോ അറിവ് കൊടുക്കാന്ന് പറഞ്ഞ, അതാണല്ലോ. വെറുതെ രാജാവായിട്ടിരിക്കല്ല, നല്ല അറിവ്, ഭൗതികവും അഭൗതികമാകുന്ന എല്ലാ തലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല അധികാരവും ഇൽമും ഉണ്ടായിട്ട് കാര്യമില്ല, സമ്പത്തില്ലെങ്കിൽ അതൊന്നും പ്രയോജനപ്പെടുത്താൻ പറ്റൂല. നല്ല സമ്പത്തും അല്ലാഹു കൊടുത്തു. ആർക്ക്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. മാഷാ അല്ലാഹ്. കിട്ടിയ നേട്ടം ഒന്ന് ആലോചിച്ചു. ഈ സുലൈമാൻ നബി അലൈഹിസ്സലാം നാളെ എവിടെയാണ്? സ്വർഗത്തിലുമാണ്. ആണ് മനസ്സിലാക്കേണ്ടത്. ഈ സുലൈമാൻ നബി അലൈഹി സ്വലാം നാളെ ഇവിടെ എത്തും, സ്വർഗത്തിലെത്തും. കാരണം എന്താ? ഈ സമ്പത്തൊന്നും ചോദിച്ചു വാങ്ങിയതല്ല, അള്ള കൊടുത്തതാണ് അങ്ങോട്ട്. അദ്ദേഹം ഇതൊന്നും ആഗ്രഹിച്ച് നടന്ന വ്യക്തിയല്ല. ഈ സമ്പത്ത് മുഴുവൻ കിട്ടിയപ്പോ സമ്പത്തിന്റെ പുറകെ നടന്നോ? ഇല്ല. അപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിൽ തടസ്സമുണ്ടായില്ല. അത് കൃത്യമായ സമയാസമയങ്ങളിൽ ഇബാദത്തിൽ കണിശത വെച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ കണിശത വെക്കാൻ പറ്റുന്ന നിലയ്ക്ക് ഉതകുന്ന വിവരം, അറിവ് അദ്ദേഹം നേടിയെടുത്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. അറിവ് കൊണ്ടാണ് വിവേകമുണ്ടാവുക, തിരിച്ചറിവുണ്ടാകുക. തിരിച്ചറിവുണ്ടായപ്പോ ഈ ഒന്നുമല്ല. അള്ളാഹുവിന്റെ മുന്നിലേക്ക് നോക്കുമ്പോ, റബ്ബിലേക്ക് നോക്കുമ്പോ ഇതൊക്കെ ഈ ദുന്യാവ് കൊണ്ട് തീരുന്നതാണ്. ആഖിറത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു മനസ്സിലാക്കി. അപ്പൊ കൃത്യമായ സമയാസമയങ്ങളിൽ നിസ്കാരം അദ്ദേഹം നിലനിർത്തുന്നതിൽ സമ്പത്ത് അദ്ദേഹത്തിന് തടസ്സമായില്ല, ബിസിനസ് അദ്ദേഹത്തിന് തടസ്സമായില്ല, അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ പരമോന്നത പദവി അദ്ദേഹത്തിന് തടസ്സമായില്ല. ആണ് മനസ്സിലാക്കേണ്ടത്. റബ്ബ് കൊടുത്ത വലിയ അംഗീകാരമാണ്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറിവ് തെരഞ്ഞെടുത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന അധികാരവും സമ്പത്തും ഇൽമും അല്ലാഹു നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉന്നത സ്ഥാനം അല്ലാഹു നൽകി ആദരിച്ചു.